ഇതൊരു ചതിയുടെ കഥയാണ്. ചതി എന്നൊന്നും പറഞ്ഞാ പോരാ, കൊടും വഞ്ചനയുടെ കഥയാണ്. അപ്പൊ നിങ്ങൾ എന്നോട് ചോദിക്കും, ആരാ പോളെ നിന്നെ ഇങ്ങനെ വഞ്ചിച്ചത്? വേറെ ആരുമല്ല, എന്റെ സ്വന്തം ചേച്ചി. സ്റ്റോറി ടൈം. ഞങ്ങള് കുഞ്ഞായിരുന്ന സമയത്ത്, കുഞ്ഞെന്ന് പറഞ്ഞാൽ ഏച്ചി ഒരു 7ാം ക്ലാസ്സിലും ഞാനൊരു 3ാം ക്ലാസ്സിലൊക്കെ പഠിക്കുന്ന സമയത്ത് ഞങ്ങള് വീറ്റ് വാങ്ങാൻ തീരുമാനിച്ചു. ഹെയർ റിമൂവൽ ക്രീം ഒന്ന് മേടിക്കാനുള്ള കാശ് ഞങ്ങളെ കയ്യിലുള്ളൂ. അവിടെ എത്തി ഹെയർ റിമൂവൽ ക്രീം വേണം പറഞ്ഞു. അപ്പൊ പുള്ളി ചോദിച്ചു, നോർമൽ സ്കിന്നിന്റെ വേണോ ഓയിലി സ്കിന്നിന്റെ വേണോ? ഞാൻ ഏച്ചിനെ നോക്കി, ഏച്ചി എന്നെ നോക്കി. ഏച്ചി പറഞ്ഞു, നോർമൽ സ്കിന്നിന്റെ മതി. അപ്പൊ എനിക്ക് സംശയമായി. ഞാൻ പറഞ്ഞു, ഇല്ല എനിക്ക് തോന്നുന്നു എന്റെ ഓയിലി സ്കിന്നാന്ന്. ഏച്ചി പറഞ്ഞു, ഉപ്പായിട്ടായിരുന്നു എന്റെ നോർമൽ സ്കിന്നാ. ഞാൻ പറഞ്ഞു, ഹെല്ലേച്ചി എന്റെ രാവിലെല്ലാം എന്റെ മുഖത്ത് ഇങ്ങനെ എണ്ണയെല്ലാം കാണാൻ, എനിക്ക് തോന്നുന്നു എന്റെ ഓയിലി സ്കിൻ. ഏച്ചിക്ക് നോർമൽ സ്കിന്നിന്റെ മേടിക്കണം, അതിനുവേണ്ടി എന്നെ കൺവിൻസ് ചെയ്യണം. സാധാരണ ഏച്ചിമാരെന്ത് ചെയ്യും, കുറച്ചുകൂടെ കൺവിൻസ് ചെയ്യണം. ചിലപ്പോൾ അനിയത്തിമാരോട് അടി ഉണ്ടാക്കും, ടു പ്രൂവ് ദെയർ പോയിന്റ്, ഓർ എന്താണ് അവർക്ക് വേണ്ടത് സാധിച്ചെടുക്കുക. അത് പല ഏച്ചിമാരും ചെയ്തിട്ടുണ്ടാവും. എന്റെ ഏച്ചി എന്ത് ചെയ്തു എന്നറിയാം നിങ്ങൾക്ക്? എന്റെ ഏച്ചി എന്നോട് പറഞ്ഞു, നിന്റെയാ ഓയിലി സ്കിന്നാ. എനിക്കറിയാം എന്നാ ഓയിലി സ്കിൻ എന്ന് വെച്ചാൽ. ഓയിലി സ്കിന്ന് കാണാൻ എങ്ങനെ ഉണ്ടാവുമെന്ന് എനിക്കറിയാം. എന്റെ ക്ലാസ്സിലൊരു പെണ്ണുണ്ട്, ആ പെണ്ണിനൊരു അനിയത്തിയുണ്ട്. ഒരു ദിവസം പാരന്റ്സ് മീറ്റിങ്ങിന് ഓള അനിയത്തിനെയും കൊണ്ട് സ്കൂളിൽ വന്ന്, നീ കാണണേന് ഓളെ സ്കിന്ന് ഇങ്ങനെ എണ്ണ ഉറ്റും, ഓളെ മേത്തുന്നല്ല ഇങ്ങനെ എണ്ണ ഉറ്റി വീണ്. അങ്ങനെ എണ്ണ ഉറ്റുന്നവരെയാ നമ്മൾ പറയാ ഓയിലി സ്കിന്നുള്ള ആൾക്കാർ. ആ മൊമെന്റില് ഒരു മിനിറ്റ് പോലും എനിക്ക് എടുത്തില്ല കാര്യം മനസ്സിലാവാൻ. എനിക്ക് മനസ്സിലായി എന്റെ ഓയിലി സ്കിന്നല്ല, ഓയിലി സ്കിന്ന് വെച്ചാൽ അങ്ങനെയാണ്. അതിനുശേഷം ഒരു യാത്രയായിരുന്നു, ഒരു ഓയിലി സ്കിന്നുള്ള ആളെ കണ്ടുപിടിക്കാനുള്ള യാത്ര. എന്റെ ചേച്ചനെ പറ്റിച്ചതാണ് മനസ്സിലാക്കി എനിക്ക് വർഷങ്ങളെടുത്ത്, ലിറ്ററലി വർഷങ്ങള്. സ്റ്റിൽ ഏതെങ്കിലും ഒരു ബ്രാൻഡ് ഈ പ്രൊഡക്റ്റ് ഓയിലി സ്കിന്നാന്ന് പറയുമ്പോ എന്റെ മനസ്സിൽ വരുന്ന ഇമേജ് അതാ, ഒരു മനുഷ്യൻ ദേഹത്ത് നിന്നിങ്ങനെ എണ്ണ ഉറ്റി നിൽക്കുന്നത്. എണ്ണ ഉറ്റും, ഉള്ള മേത്തുന്നല്ല ഇങ്ങനെ എണ്ണ ഉറ്റി വീണ്. അങ്ങനെ എണ്ണ ഉറ്റുന്നവരെയാ നമ്മൾ പറയാ ഓയിലി സ്കിന്നുള്ള ആൾക്കാർ. ആ മൊമെന്റില് ഒരു മിനിറ്റ് പോലും എനിക്ക് എടുത്തില്ല കാര്യം മനസ്സിലാവാൻ. എനിക്ക് മനസ്സിലായി എന്റെ ഓയിലി സ്കിന്നല്ല, ഓയിലി സ്കിന്ന് വെച്ചാൽ അങ്ങനെയാണ്. അതിനുശേഷം ഒരു യാത്രയായിരുന്നു, ഒരു ഓയിലി സ്കിന്നുള്ള ആളെ കണ്ടുപിടിക്കാനുള്ള യാത്ര. എന്റെ ചേച്ചനെ പറ്റിച്ചതാണ് മനസ്സിലാക്കി എനിക്ക് വർഷങ്ങളെടുത്ത്, ലിറ്ററലി വർഷങ്ങള്. സ്റ്റിൽ ഏതെങ്കിലും ഒരു ബ്രാൻഡ് ഈ പ്രൊഡക്റ്റ് ഓയിലി സ്കിന്നാന്ന് പറയുമ്പോ എന്റെ മനസ്സിൽ വരുന്ന ഇമേജ് അതാ, ഒരു മനുഷ്യൻ ദേഹത്ത് നിന്നിങ്ങനെ എണ്ണ ഉറ്റി നിൽക്കുന്നത്.